ഇത്ര പുണ്യമായിട്ടുള്ളൊരു സ്ഥലത്ത് മനുഷ്യജന്മം എടുത്തിട്ടുള്ള ആരെങ്കിലും ഒരാൾ, ആ മനുഷ്യജന്മത്തിൻ്റെ വാല്യൂ അത്ര അധികമാണ്. ഞാൻ മുമ്പ് ചില പ്രഭാഷണങ്ങളിൽ പറയാറുണ്ട്, അതൊരു വിസയാണ്, പാസ്പോർട്ടാണ്. ഇതുള്ളപ്പോൾ ഇതിൻ്റെ വില അറിയില്ല. ഇത് പോയി കഴിഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ ഏഴയലത്ത് വരാൻ നമ്മളെ സാധിക്കില്ല. ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഒരു പ്രധാനമന്ത്രി വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അടുത്തേക്ക് ചെല്ലാൻ പറ്റുമോ? പറ്റില്ല. ബാരിക്കേഡൊക്കെ കെട്ടി ദൂരെ നിർത്തും, അടുക്കാൻ പറ്റില്ല. ഇവിടെ ദുഷ്ടനാണെന്നോ ശിഷ്ടനാണെന്നോ ഒന്നും നോക്കാണ്ട് സുഖമായിട്ട് കയറി വരാം. എത്ര വേണമെങ്കിലും തൊഴാം, എന്ത് വിചാരം വേണമെങ്കിലും മനസ്സിൽ വയ്ക്കാം. അങ്ങനെ ഉള്ള യാതൊരുവിധ നിയന്ത്രണവുമില്ല. ശരീരം പോയാൽ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ശൈവമായിട്ടൊരു വിഷയമായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ നല്ല മിരട്ടി പറഞ്ഞേനെ. വൈഷ്ണവമായിട്ടുള്ളൊരു വിഷയം ആയതുകൊണ്ട് അത്രയ്ക്ക് രൂക്ഷമായിട്ട് പറയണില്ല എന്ന് മാത്രം. മുമ്പ് സ്ഥിരം കേൾക്കണവർക്കറിയാം, ഞാൻ നല്ല രൂക്ഷമായിട്ട് ഞാൻ പറയാറുണ്ട്. ശരീരമുള്ളതിൻ്റെ വില പോകുമ്പോഴേ അറിയൂ. അപ്പോൾ മനുഷ്യ ശരീരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും വെങ്കടാചലത്തിൽ കാല് സ്പർശിക്കണം, അവിടെ കയറണം. ആ പ്രദേശത്ത് ചെന്ന് വെറുതെ ഇരുന്നാൽ മതി. സ്വാമിയെ കണ്ടില്ലെങ്കിലും വേണ്ടില്ല, മോക്ഷം സുനിശ്ചിതമാണ്. കാരണം വൈകുണ്ഠത്തിൽ എത്താൻ ശരീരം കൊണ്ട് സാധിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യക്ഷ ഉദാഹരണം വെങ്കടാചല ദർശനമാണെന്നാണ്.